ചോദ്യപേപ്പർ ചോർച്ച കേസിൽ വിചിത്ര ന്യായീകരണവുമായി ഒന്നാം പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് രംഗത്ത്. തന്റെ കാർ സുഹൃത്ത് ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ കാർ ഉടമ എന്ന നിലയിൽ തന്നെ പ്രതി ചേർക്കും. ചോദ്യപേപ്പർ കേസിൽ തന്നെ പ്രതി ചേർത്തതും അങ്ങനെ കണ്ടാൽ മതിയെന്ന് ഷുഹൈബ് പറഞ്ഞു. യൂട്യൂബ് ചാനലിലൂടെയാണ് ഷുഹൈബിന്റെ ന്യായീകരണം. ഇന്നലെ രാത്രി MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത 13 മിനിറ്റ് 11 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഷുഹൈബ് വിചിത്രവാദം ഉന്നയിക്കുന്നത്. തന്റെ കാർ സുഹൃത്ത് ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ കാർ ഉടമ എന്ന നിലയിൽ തന്നെയും പ്രതി ചേർക്കും. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ തന്നെ പ്രതി ചേർത്തതും അങ്ങനെ കണ്ടാൽ മതിയെന്ന് ഷുഹൈബ് പറയുന്നു. എൻ്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത എൻ്റെ സ്വന്തം കാർ ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയും ആ സുഹൃത്തിന് ഞാൻ ചിരിച്ചുകൊണ്ടത് നൽകുകയും അയാൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ. ആ കാറ് തിരിച്ചു കൊണ്ടുതൽ നൽകുകയും സുഹൃത്ത് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുക്കുമ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥനാരായിരിക്കും അതിൻ്റെ ഒരു പ്രതിയായിരിക്കും. സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാർ ചെയ്ത തെറ്റിന് താൻ ബലിയാടായെന്നാണ് ഷുഹൈബ് പരോക്ഷമായി ന്യായീകരിക്കുന്നത്. MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് മലപ്പുറം മേൽമുറിയിലെ അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാരനായ അബ്ദുൽ നാസറാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിനാണ് അബ്ദുൽ നാസർ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്. +1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കണക്ക് വിഷയങ്ങളുടെയും SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളാണ് ചോർത്തിയത്. ചോദ്യപേപ്പർ മുഹമ്മദ് ഷുഹൈബ് യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. അബ്ദുൽ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഫഹദ് വർഷങ്ങളോളം അധ്യാപകനായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായത്. കേസിൽ ഷുഹൈബ് ഉൾപ്പെടെ 4 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ദിവസങ്ങൾക്കിപ്പുറമാണ് ഷുഹൈബിന്റെ പുതിയ വീഡിയോ. ന്യൂസ് മലയാളം, കോഴിക്കോട്.